സുഗമാദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കാട്ടൂരാൻ വക്കീലും ഗിരീഷ് മാഷും കൂടി പ്രഭാവതിയെ നന്ദനെയും ദേവികയും അറിയിക്കുന്നു. അതായത് എങ്ങനെയാണ് ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തി കോടതിയിൽ എത്തിച്ചതെന്നുള്ള കാര്യം. അത് കേട്ട് എല്ലാവരും അങ്ങ് ഷോക്കാവുന്നു. മാത്രമല്ല ഒരുപാട് സന്തോഷമാകുകയും ചെയ്യുന്നു. കാട്ടൂരാൻ വക്കീലും ഗിരീഷ് മാഷും കാരണമാണ് ശരിക്കും ചന്ദ്രമതി കൃത്യസമയത്ത് കോടതിയിൽ എത്താൻ കാരണമായി എന്ന് മനസ്സിലാക്കി അവർ, അതായത് ദേവികയും നന്ദനും ഒക്കെ ഗിരീഷ് മാഷിനും കാട്ടൂരാൻ വക്കീലിനും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അന്നേരം താങ്ക് യു എന്ന് കാട്ടൂരാൻ വക്കീൽ തമാശ രൂപേണ പറയുന്നു. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, ശരിക്കും കാട്ടൂരാൻ വക്കീലും ഗിരീഷ് മാഷും കാരണമാണ് അനുകൂലമായി ഇങ്ങനൊരു വിധി പ്രസ്താവന ഉണ്ടാക്കാൻ പോകാൻ ഒരുങ്ങുന്നത്. സത്യത്തിൽ ഇവരുടെ അമിതമായ ആത്മവിശ്വാസം ഇവർക്ക് തന്നെ വിനയായി മാറുന്നു. അതായത് കോടതി മുറിയിലേക്ക് കയറുമ്പോൾ ലക്ഷോപലക്ഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇത്രയും നേരത്തെ കോടതി വിധി അനുകൂലമായിരുന്നു എങ്കിലും മോഹൻ തമ്പി വക്കീലല്ലേ ആള് കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ശ്രമിക്കുന്നു. അതായത് ഈ പറയുന്ന ചന്ദ്രമതിയുടെ വാക്കുകൾ വിശ്വസിക്കാനാകില്ല. ചന്ദ്രമതി സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ഒരു വലിയ അപകടകാരിയായിട്ട് നിന്ന വ്യക്തി തന്നെയാണ്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകനായിട്ടുള്ള നന്ദനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി തന്നെ ത്യാഗരാജന് കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ വാദിക്കുന്നു. അന്നേരം കാട്ടൂരാൻ വക്കീൽ അതിന് ഒബ്ജക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ നടത്താവൂ. അത് കേട്ട് മോഹൻ തമ്പി വക്കീൽ പറയുന്നുണ്ട്, തെളിവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പേഴ്സ് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിയുടെയും ബലരാമൻ്റെയും മകളായ മീരയെ വിവാഹം കഴിക്കാമെന്ന് പ്രഭാവതി ചന്ദ്രമതിക്കും ബലരാമനും ഒക്കെ വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ അവർ ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജീവിക്കുന്നത്. അന്നേരം മീരയുടെ മുൻ കാമുകൻ തന്നെ ചതിക്കുകയാണെന്ന് സത്യം മനസ്സിലാക്കിയതിന് ശേഷം മീരയ്ക്കും നന്ദനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. അങ്ങനെ നന്ദൻ്റെ പിറകെ ശല്യമായിട്ട് നടന്ന മീരയെ നന്ദനും ദേവികയും ചേർന്നാണ് കൊന്നു തള്ളിയെന്നുള്ള കാര്യം തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിനാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു കൊട്ടേഷൻ കൊടുക്കാൻ കാരണമായത്. എന്നാൽ അതൊക്കെ തെറ്റിദ്ധാരണയാണെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാക്കി. പക്ഷേ ആ ഒരു വാദത്തിൽ മുറുകെ നിൽക്കുന്നുണ്ട് മോഹൻ തമ്പി വക്കീലും ത്യാഗരാജനും. അതിന് സാക്ഷി പറയാൻ മറ്റാരുമല്ല, ത്യാഗരാജനും കോടതി മുറിയിൽ തന്നെയുണ്ട്. അനുകൂലമായി മൊഴി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അതിനെ എതിർത്ത് പറയാൻ ആകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്ക്. കാരണം അതൊക്കെ വാസ്തവമായതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഇനി കോടതി വിധി പ്രതികൂലമാകുമോ എന്നുള്ള ഭയത്താൽ ചന്ദ്രമതിയും ദേവികയും നന്ദനും പ്രഭാവതിയും സിദ്ധാർത്ഥനും ഒക്കെ ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഈ സാക്ഷിയുടെ മൊഴി കോടതി വിശ്വസിക്കരുത് എന്ന് മോഹൻ തമ്പി വക്കീൽ വാദിക്കുന്ന സമയത്ത് കുടുംബം ഒന്നടങ്കം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും കാട്ടൂരാൻ വക്കീലിന് ഒരല്പം പ്രതീക്ഷയുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് മോഹൻ തമ്പി വക്കീൽ കാട്ടിക്കൂട്ടുമെന്നുള്ള കാര്യം കാട്ടൂരാന് മുന്നേ അറിയാം. അതുകൊണ്ട് കാട്ടൂരാനും ഒരു വജ്രായുധം കരുതി വെച്ചിട്ടുണ്ട് അതിനെ ചെറുക്കുന്നതിനായി. അപ്പം കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.